ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മത്തി തിളപ്പിച്ചതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുഴിവെള്ളം ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടി ഉപയോഗിക്കാം. ഇതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കണം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും പച്ചമുളക് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചൂടാക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പക്ഷെ ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്താലേ പഴയ കാലത്ത് മത്തി തിളപ്പിച്ചതിൻ്റെ രുചി വരികയുള്ളൂ. ഞാനിപ്പോൾ സവാളയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. സവാള ഇതുപോലെ മുരിഞ്ഞു വരുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് 2 ടീസ്പൂൺ നാടൻ മുളക് ക്രഷ് ചെയ്തതാണ്. പിന്നെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. ഇതെല്ലാം നല്ല എരിവുള്ള ഐറ്റംസാണ്. അധികം എരിവ് വേണ്ടാത്തവരാണെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ മൂടി വെച്ച് 3 മിനിറ്റ് തിളപ്പിക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ട്, ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് കൂടി നല്ല തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. തണുത്ത വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 500 ഗ്രാം മത്തിയാണ് വാങ്ങിച്ചത്. ഇത് ചെറുതും വലുതുമായിട്ടുള്ളതാണ്. ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഏകദേശം 450 ഗ്രാമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മീൻ ഈ ഗ്രേവിയിൽ മുങ്ങത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് തിളപ്പിക്കാം. അല്ലെങ്കിൽ ഈ ചാറ് നന്നായിട്ട് കുറുകുന്നത് വരെ തിളപ്പിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞാനിത് തുറക്കുന്നത്. 10 മിനിറ്റ് വേകുന്നതിനിടയ്ക്ക് ഇതുപോലെ ചട്ടിനെ പിടിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഗ്രേവി ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേവിക്കുക. മുളകരച്ച് വയ്ക്കുന്ന കറി പോലെ ഒരുപാട് ചാറൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ മാംസം മുക്കി കഴിക്കാൻ മാത്രമുള്ള ചാറായിരിക്കും. നല്ല ടേസ്റ്റാണ്. ഇതേ രീതിയിൽ അയലയും കരിമീനും കണമ്പും ഒക്കെ തിളപ്പിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you.